ദി ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് മൂവി ഞാൻ കണ്ടായിരുന്നു. ഈ ഒരു മൂവി കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചാൽ എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. അല്ലാതെ ഒരു അടിപൊളി മൂവിന്നോ അല്ലെങ്കിൽ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന മൂവി ഇതൊന്നും എനിക്ക് എവിടെയും ഫീൽ ആയില്ല. ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ സിനിമ പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇതേപോലെ ഫീൽ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു ഒപ്പീനിയൻ ആയിരിക്കാം. ഈ ഒരു മൂവി ഇങ്ങനെ ഒരു ഓക്കെ ഫീൽ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. കാരണം അത്ര വീക്കായിരുന്നു ഈ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. ഒട്ടും എൻഗേജിങ് അല്ലായിരുന്നു. ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്ലേസ്മെന്റ്സും അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ ഒക്കെ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണ്, ആ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ പവേഴ്സ് എങ്ങനെയാണ് അവർക്ക് വന്നത്, എല്ലാം നമുക്കറിയാം. ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ഇതൊരു ഒറിജിനൽ സ്റ്റോറി അല്ല. ഈ ഒരു മൂവിയുടെ സ്റ്റോറി നടക്കുന്ന എർത്ത് 828 ആണ് തോന്നുന്നു. അവിടെയാണ് നടക്കുന്ന ഒരു മൾട്ടിവേഴ്സ് ആണ്. സോ ആ ഒരു എർത്തിൽ നടക്കുന്ന സ്റ്റോറിയാണ്. സോ അവർക്ക് പവേഴ്സ് ഒക്കെ കിട്ടിയതിന് ശേഷം നടക്കുന്ന കുറെ ഇവന്റ്സും അവിടത്തേക്ക് ഒരു വില്ലൻ വരുന്നതും അതിനെ ഇവർ ഡിഫെൻഡ് ചെയ്യുന്നതും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. അതൊക്കെ ഓക്കെയാണ്, ശരി, നൈസായിട്ട് അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു സീക്വൻസിൽ പോലും എനിക്ക് എവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല. ത്രൂ ഔട്ട് ദ മൂവി ഒട്ടും എൻഗേജിങ് അല്ലായിരുന്നു. സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു പ്രസന്റേഷൻ ആയാലും എല്ലാം വളരെ വീക്കായിരുന്നു. ഒരു സീക്വൻസ് പോലും അതിനെ പിടിച്ചിരുന്നതായിട്ടോ അല്ലെങ്കിൽ അടുത്ത് എന്ത് നടക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറോ എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു മൂവിയിൽ ആകെ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കുറെ പവേഴ്സ് ഉണ്ട്, ഒരു വില്ലൻ വരെ ഇവർ ഡിഫെൻഡ് ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് സിനിമ അവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൽ എനിക്ക് ഒട്ടും വർക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആണ്. അത് വേറെ ആരുമല്ല, ഈ ഒരു മൂവിയുടെ വില്ലനാണ്. വില്ലൻ എന്ന് പറയുന്നത് ഗലാക്ടേഴ്സ് ആണ്. ഗലാക്ടേഴ്സ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ഈവിൾ അല്ലെങ്കിൽ ഈസ് ലൈക്ക് എ ഗോഡ്. ആ ഒരു പ്ലാനറ്റ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന പവറുള്ള, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വന്നാൽ തന്നെ തീർന്നു, പിന്നെ അവിടെ വേറെ പരിപാടിയൊന്നും നടക്കത്തില്ല. ആ ലെവലിൽ നിൽക്കുന്ന ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗലാക്ടസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലിലുള്ള ഒരു വില്ലന് ഭയങ്കര കോമഡി പീസായിട്ടാണ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ എർത്തിൽ വരുന്നവരെ ഭയങ്കര ബിൽഡപ്പും ഗലാക്ടസ് ആരാണ് എന്താണ് ആ ലെവലിലാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പുള്ളിക്കാരൻ മറ്റേ എർത്തിലോട്ട് വന്നതിന് ശേഷം പിന്നീട് ഒരുമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമഡി പീസ് എന്നൊക്കെ പറഞ്ഞാൽ 4 കൊത്തിന് ശേഷം ഒരുമാതിരി പൊട്ടനാക്കി കളഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ഗലാക്ടസിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ എർത്തിൽ വരുന്നതിന് മുമ്പ് ഓരോ സ്റ്റോറിയും ബാക്കി പ്രസന്റേഷനൊക്കെ എങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല. പുള്ളിക്കാരൻ എർത്തിൽ വന്നതിന് ശേഷം പിന്നീട് വേറെ ലെവലിൽ പ്രസന്റ് ചെയ്യാനുള്ള ഐറ്റത്തിന് ഒരുമാതിരി ബോറാക്കിയിട്ടാണ് ഈ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോറും ഗലാക്ടസും ഒക്കെ ഫേസ് ടു ഫേസ് വരുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഗലാക്ടസ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ടോപ്പ് വില്ലൻസിൽ ഒരാളാണ്. അയാൾ ഫേസ് ടു ഫേസ് ഒക്കെ വരുമ്പോൾ ഇത്രയൊന്നും പോരാ, ഇനിയും ഒരുപാട് വേണം. അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഒക്കെ ഒന്ന് നിൽക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു റഷ് കിട്ടണം. അല്ലെങ്കിൽ ആ ഒരു വില്ലൻ ആരാണ് എന്താണെന്ന് ആ ഒരു ഒറ്റ സീക്വൻസിൽ മനസ്സിലാണ്. ഇതൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഗലാക്ടസ് വന്നപ്പോൾ ഒരുമാതിരി മറ്റേ തട്ടി മാറ്റത്തില്ല ആൾക്കാർ, അതുപോലെയൊക്കെയാണ് ഈ സിനിമയിൽ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ തോന്നി, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ CGI വർക്കും വിഷ്വൽ പ്രസന്റേഷനാണ്. രണ്ടും അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി CGI വർക്കിലാണെങ്കിൽ ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ ഗലാക്ടസിനെ കാണാൻ വേണ്ടി സ്പേസിൽ കൂടി പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. നല്ലൊരു കിഡിലും വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അത്. ഈ ഒരു മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റൈലാണ്. അതായത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്, എന്നാൽ ഒരു റെട്രോ വൈബ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു മൂവി IMAX-ലാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ വിഷ്വൽ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് 3D ഞാൻ കണ്ട 2D ആവശ്യം ഉണ്ടായിരുന്നു. 3D അങ്ങനെ വലിയൊരു ഗുണമായിട്ടൊന്നും എനിക്ക് എവിടെയും തോന്നിയില്ല. ആൻഡ് ഈ ഒരു മൂവിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ സിനിമ സംസാരിക്കുന്ന സ്റ്റോറി ലൈനിൽ മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന ഫാമിലി. അതിൽ പിന്നീട് ഒരു കുഞ്ഞുകുട്ടി വരുന്നുണ്ട്, ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ട്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു കുഞ്ഞുകുട്ടി വരുന്നുണ്ട്, പിന്നെ ഫാമിലി ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ ഒരു സിറ്റുവേഷനൊക്കെ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടറുമായിട്ടും ആ ഒരു സിറ്റുവേഷനായിട്ടും ഒന്നും ഒരു കണക്ഷനും കിട്ടുന്നില്ല. വളരെ പ്ലെയിൻ ആയിട്ട് വളരെ ലീനിയർ ആയിട്ട് എന്തോ ഒരു കുറെ ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഒരു ഇമോഷണൽ എനിക്ക് എവിടെയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ മൂവി കാണാനുള്ള ഒരു എൻഗേജിങ് ഫാക്ടർ എവിടെയും സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല. ആകെ ഒരു എൻഗേജിങ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മളെ കോരിത്തെരിപ്പിച്ച ആ ഒരു ക്ലാപ്പ് അടിച്ച് വേറെ ലെവലിൽ ഒരു തിയേറ്ററിൽ ഒരു വൈബ് കിട്ടിയ സീക്വൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എൻഡ് ക്രെഡിറ്റ്സ് ആണ്. ഒരു ടോട്ടൽ ഓഫ് 2 എൻഡ് ക്രെഡിറ്റ്സ് ഉണ്ട്. അതിൽ ഒരു ഫസ്റ്റ് എൻഡ് ക്രെഡിറ്റ്സ് അത് മോനെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റമാണ്. അത് ഏതാന്ന് ഞാൻ പറയുന്നില്ല. ഇനി വരാൻ പോകുന്ന മാർവലിന്റെ മൂവി ഏതാന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ, ഡൂംസ്ഡേയും സീക്രട്ട് വാർസും ആണ്. സോ അതിനൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഗ്ലിംസ് ഇതിലൊരു ക്രെഡിറ്റ് സീനായിട്ട് കാണിക്കുന്നുണ്ട്. ആകെ ഒരു 1 മിനിറ്റ് പോലും ഇല്ല അതിൻ്റെ അകത്തേ ഉള്ളൂ. അതൊരു ഒന്നൊന്നര സീനായിരുന്നു. ഈ ഒരു എൻറ്റയർ മൂവിയിൽ കിട്ടാത്ത ഒരു ഫീലും ആ ഒരു എൻഗേജിങ് ഫാക്ടറും ആ ഒരു ക്രെഡിറ്റ് സീനിൽ കിട്ടിയിട്ടുണ്ട്. അത്ര ലെവലായിട്ടുള്ള ഒരു കിഡില സീനാണ്. ഈ ഒരു എൻറ്റയർ സിനിമ ആ ഒരു ഒറ്റ ക്രെഡിറ്റ് സീനിന് വേണ്ടി കാണാം, അത് പുറത്താണ്. ആ ലെവലായിട്ടുള്ള ഒരു ഐറ്റമാണ്. സെക്കൻഡ് എൻ ക്രെഡിറ്റ്സ് വളരെ ഷോക്കാണ്, അത് കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു ഫസ്റ്റ് കാണിക്കുന്ന എൻ ക്രെഡിറ്റ്സ് മാൻ തീപ്പൊരു ഐറ്റമാണ്. അത് സിനിമ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ സിനിമയുടെ വിഷ്വലും അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷനൊക്കെ എനിക്ക് എൻജോയ് ചെയ്ത് നല്ല രീതിക്ക് വർക്കായി. അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ മോശം ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതൊക്കെ നല്ല കിഡിലായിരുന്നു. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് അടിപൊളി എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളൊന്നും അല്ല ഞാൻ പറയുന്നത്, വളരെ ഡൗൺ ആയിരുന്നു. ഇങ്ങനെ ഒരു ആൾക്കാരുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്തോ തട്ടിക്കൂട്ടി ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ആയത് ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സോ അതായത് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. ഓൾറെഡി ഈ ഒരു മൂവി
കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കൂടെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.